ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ആയിട്ട് നമ്മൾ പൂവാട് വന്നത്. പൂവാടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. അതാണ്ട് ഈ സൈഡ് കടല്, ഇപ്പോഴത്തെ സൈഡ് കായൽ. ഈ കടലും കായലും ചേർന്ന സ്ഥലത്തിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ പൂവാറിലോട്ട് പറഞ്ഞ ഈ ഒരു സ്പോട്ടിലോട്ടാണ്. പൂവാറിന്ന് പല ഉച്ചക്കടയിൽ നമ്മൾ റൈറ്റ് കയറി വന്ന ഈ സ്ഥലത്തോട്ട് വരും അല്ലേ. അടിപൊളി സ്ഥലം കേട്ടോ. സ്പോട്ട് ബൈക്ക് വഴികളൊക്കെ ഉണ്ടതാ. രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടാ. ബലൂൺ വേണം. അപ്പൊ ചേട്ടൻ നമ്മൾ ബലൂൺ ചോദിക്കാൻ തരവില്ലെന്ന് പറഞ്ഞോടാ. ചോദിച്ചേക്കാം അണ്ണാ, അണ്ണാ കൊച്ചിന് ബലൂൺ വേണമെന്നാണോ? തരോ? വലിച്ചു പൊട്ടിച്ചെന്നാ ഒന്ന് മതി, ഒന്ന് മതി. അണ്ണന് വീട്ടിൽ കൊടുക്കണ്ടല്ലേ പിള്ളേര്? പറ്റൂലല്ലേ? വാ, പിന്നെ കുഴപ്പമില്ല അണ്ണ, മതി മതി, കുഴപ്പമില്ല. കടയല്ലേ പോട്ടെ. ഒന്നുമില്ല. പിന്നെ ഇലക്ഷൻ വർക്ക് തുടങ്ങി കേട്ടാ. ഇപ്പൊ ഇലക്ഷന്റെ വർക്കായിട്ട് എല്ലാരും ഇപ്പൊ അറിഞ്ഞു നിൽക്കാണ് പാർട്ടിയില്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബലൂൺ കിട്ടിയത്. പക്ഷെ ബലൂൺ കിട്ടിയില്ല. അയാൾ ഊരാതെ ഞാൻ വലിച്ചു കീറി അടിച്ചേ. ഞാൻ അയാൾ നമ്മൾ അങ്ങനെ അറിഞ്ഞു കൊടുത്ത സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് കയറി ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ അന്നൊരു ആക്സിഡന്റ് നടന്നായിരുന്നു. ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. അന്നൊരു ബസ് വന്ന് 4 ആട്ട് കിട്ടും ചെറുപ്പിച്ച് ബസ് സ്റ്റാൻഡ് മാറ്റി. വേണ്ട, ഈ മേൽക്കൂരെ മാറ്റി ബസ് തെറിപ്പിച്ചേ. ഞാൻ വന്ന ജോലിക്ക് ഒരു ആവശ്യമായിട്ട് വന്നപ്പോ ഈ അവസ്ഥ ഞാൻ കണ്ടായിരുന്നു. ലൈവ് സ്പോട്ടില് ആട്ടയൊക്കെ അവിടെ കിടക്കായിരുന്നു. ആവശ്യമായിട്ട് പോയപ്പോ ഒരു ബസ്സും കിടക്കണ്, പിന്നെ 3-4 ആട്ടയും പറഞ്ഞു കിടക്കണ. ബസ് സ്റ്റാൻഡിന്റെ ടോപ്പ് മൊത്തം പൊട്ടി കിടക്കായിരുന്നു. ഞാൻ നെല്ലുംകൂട് കോൺവെന്റ് ഇപ്പൊ എത്തും ഗൈസ്. ഞാൻ ഇതുവഴിയാണ് 1 തൊട്ട് 10 വരെ ഈ റൂട്ടായിരുന്നു. 10 വർഷം പഠിച്ച സ്കൂളാണ്. വന്ന് പോയത് വഴി ഇതൊക്കെയാണ്. ആ വഴിക്ക് വല്ല മാറ്റം വല്ല ഉണ്ടോ? അതുപോലെ തന്നെ ഗൈസ്, ഒന്നുമില്ല, ഒരു ചേഞ്ചും ഇല്ല. ഇതുപോലെ തന്നെ പണ്ട് ഇതുപോലെ വെളിയിൽ ബോർഡൊന്നും ഇല്ലായിരുന്നു. കടകളൊക്കെ മാറ്റം കാണും. പുതിയത് വരെയുമ്പോഴൊക്കെ ചെയ്യും. ഇത്രയും ദൂരം വരും, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. കണ്ടോ എന്റെ വീട് തൊട്ട് ഇതുവരെ പണ്ട് അത്രയൊന്നും ഓർമ്മയില്ല. ഗ്രീഷ്മയില് സ്കൂളിലോട്ട് പോവാണ്, നൊസ്റ്റാൾജിയാണ് ഗ്രീഷ്മയ്ക്ക്. 10 വർഷം പോയി. അത് എത്ര വർഷം മുമ്പ്? ഒരു 10-15 കൊല്ലം മുമ്പല്ലേ? അതാ കൂടുതലോ? നമ്മള് ഒന്നിലാവണേ. 6 വയസ്സല്ല, 6 തൊട്ട് 10 വയസ്സാകുമ്പോ എത്ര വയസ്സാവും? ഇല്ല, 10 അല്ല, 16 വയസ്സല്ലേ? 15 വയസ്സ് കുട്ടി. 15 വയസ്സ്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 27. അപ്പൊ എനിക്ക് 10-12 വർഷം മുമ്പാണ്. ഞാൻ പിന്നെ വന്നിട്ടേ ഇല്ല സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. 10 വർഷം നമ്മളീ റൂട്ട് വരാറേ ഇല്ല. പെട്രോൾ പമ്പൊക്കെ വന്നിട്ട് അതൊക്കെ ഡെവലപ്മെന്റ് ആയി. ഇതിപ്പോ എവിടെ എത്തി? കണ്ണറവിളയായിരുന്നു തോന്നുന്നു. നിനക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ അറിയില്ലേ? എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയായിരുന്നു. 10 വർഷം ഉണ്ടായിരുന്നു. നീ പഠിച്ച സ്കൂളിൽ ചേർക്കാൻ. നീ എവിടെ അമ്മ പഠിച്ച സ്കൂളിൽ പഠിക്കണ, പല സ്കൂളിൽ പഠിക്കണ? അതാണ് ഒരു സ്കൂൾ. ഇതും നമ്മളെ സ്കൂള് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. നമ്മളെ ഗേൾസ് സ്കൂളായിരുന്നു. കിലോ എത്ര കേട്ടാ? മഞ്ഞ മത്തങ്ങ എത്ര കിലോ? 4 ഈ സ്കൂള് നമ്മളെ സ്കൂള് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം നമ്മളെ ഗേൾസ് സ്കൂളാണ്. ഇവിടെ മിക്സഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള പയ്യന്മാരെല്ലാം അങ്ങോട്ട് അവിടെ വന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. പെമ്പിള്ളേരുടെ മിണ്ടണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ സ്കൂളിൽ പെമ്പിള്ളേർ മാത്രം ഉള്ളതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. അവന്മാരെല്ലാം വന്ന് അവിടെ വന്ന് പിള്ളേരുടെ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഗേൾസിലാണ് പഠിച്ചത്. ഞാൻ മിക്സഡിൽ +2+1 ആണ് പഠിച്ചത്. കോളേജും ഗേൾസ് തന്നെ പഠിച്ചത്, നീളമൻകര. അപ്പൊ ഗൈസ്, നെല്ലിമുടത്ത് എന്റെ സ്കൂൾ എത്താറ്. അയ്യോ, ഇവിടെ നല്ല മാറ്റമുണ്ട്. ഓക്കെ ഗൈസ്, പമ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നല്ല മാറ്റമുണ്ട്. ഇവിടെ അടിപൊളിയായിട്ടാ, നല്ല മാറ്റമുണ്ട്. കടകള് ഇത് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് വേറെ ഏതോ സ്ഥലം പോലെ. ജംഗ്ഷൻ നല്ല മാറി. ഉള്ളതിൽ ഇത്തിരി
എൻജോയ്മെന്റ് ആയത് ഇവിടെ തന്നെ. മാങ്ങ മേടിക്കണോ? മാങ്ങ വേണ്ട. ഇവിടെ പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ട് ഗൈസ്. മകയിലൊന്ന് വന്ന കട ഇപ്പോഴും ഉണ്ട്. ഇത്ര കച്ചവടോ ഇപ്പോഴും പിടിച്ചു നിൽക്കണല്ലോ എന്നാണ് ഈ കാലത്തും. പക്ഷെ പണ്ടത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ കാക്ക നമ്മൾ മുമ്പിലാണ് ചത്ത് വീഴുന്നത് കേട്ടാ. ദൈവമുണ്ട് കേട്ടാ. ഓ ഇവിടെ നല്ല മനുഷ്യർ, ഇവിടെയാണ് ദൈവോടാ. കാക്ക എത്താറായി. ഇതാണ് എന്റെ സ്കൂള്. ഇതാണ് ഗൈസ്. ഇത് നല്ല ഡെവലപ്പായി. ഞാനൊക്കെ പഠിക്കുമ്പോ ഇവിടെ ഒന്നും ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പൊ നോക്ക് ഗൈസ്, പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു. ഇതാണ് നമ്മുടെ സ്ഥിരം കട. അത് ഉൾപ്പെടുണ്ട്. ഇതാണ് സ്കൂള് ഗൈസ്. നോക്ക് ഗൈസ്, ഗവൺമെന്റ് സ്കൂളാണ്. ബീച്ച് റോഡിലെ സ്കൂളാണ്. ബീച്ച് റോഡ് സ്കൂൾ. അയ്യോ പൊക്കത്ത് കിട്ടണില്ല ഗൈസ്. നല്ലൊരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ കിട്ടുന്നില്ല. കൊള്ളാം ഗൈസ്, നല്ല പെയിന്റിംഗ് അല്ലേ? ഓ ദിയൊക്കെ പോണ എല്ലാ സ്കൂളിലും നല്ല രസമുണ്ട്. ഗവൺമെന്റ് സ്കൂളാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. നല്ല മരങ്ങളും കൊള്ളാം. ഗൈസ് ഇതാ വന്ന് ഓടിപ്പടച്ച് വന്നപ്പോ ഇതാ ബ്ലോക്ക് എന്തിനാണെന്ന്. സൺസെറ്റ് നമുക്ക് ബീച്ചിൽ പോയി കാണുന്ന ആഗ്രഹം, അത് കാണാൻ പറ്റുന്ന സമയം ഇപ്പൊ ഏകദേശം 5:30 കഴിഞ്ഞ് 6 മണിലോട്ടായി. അത്രയല്ലേ എളുപ്പത്തു. അല്ല ഇത് പാർട്ടിയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. കൊടിയും കൊണ്ട കാലം BJP-ക്കാര് പാർട്ടിയുടെ പരിപാടിയാണെന്ന് തോന്നണം. ഇവിടെയാണ് പൂവാർ പാലം. ഇവിടെ എല്ലാം ബോട്ടിംഗ് ഒക്കെയാണ്. നമ്മള് പാലം കോരി നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് നമ്മളിപ്പോ പോണത് മറ്റേതാണ്, എന്താണ് പേര്, തൊഴുത്ത. കായലും കടലും കൂടി ചേർന്ന് പൂവാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് കേരള ബോർഡറിലാണ്. അത് കാണിച്ചു തരാം. RTO ചെക്ക് പോസ്റ്റ് കണ്ട. കുറച്ചും കൂടെ അങ്ങോട്ട് കയറി ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് പോകണമെങ്കിൽ. പക്ഷെ നമുക്ക് അത്രയും പോകണം. നമുക്ക് ഉച്ചക്കടയിൽ തിരിയണം. ഉച്ചക്കടയിൽ നിന്ന് നമുക്ക് റൈറ്റ് പോകുമ്പോഴാണ് പൂവാറ് നേരെ പഴയ ഉച്ചക്കട. പുതിയതല്ല, ഉണ്ട് പഴയതുണ്ട് പുതിയതുണ്ട്. നമ്മളങ്ങ് വിട്ടങ്ങ് പോകാണ്ട് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വിട്ടു പോകും. പള്ളിയിൽ എന്തോ ഇതാണ് കേട്ടാ പ്രാർത്ഥന. കായലും കടലും കൂടി ചേർന്ന സ്ഥലം അതെവിടെ ഏട്ടാ? വലത്തോട്ടെ. താങ്ക്സ് ചേട്ടാ. ആ നേരെയാണ് കേട്ടാ. സൂര്യൻ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. എനിക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് വലത്തോട്ടാണ് കേട്ടാ. എനിക്കറിയില്ല. ഇത് ഒരു ബീച്ച് ഏരിയ ആണ് കേട്ടാ. കടപ്പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഏരിയയാണ്. വെളിയിൽ കൂടെ കാണിച്ചു. അപ്പൊ ഇത് വീടാ, നല്ല വീടെന്ന് പറയട്ടാ. സൂപ്പർ വൈബ് കേട്ടാ അവർക്ക്. ഐലൻഡ് ഇനി അങ്ങോട്ട് ഇത് പോണ വഴി കാണിച്ചോളൂ. ഇനി അങ്ങോട്ട് വണ്ടി മരുഭൂമി പോകുമ്പോഴായിരുന്നു. ഓ ഇവിടെ കീലിട്ടാ. വണ്ടി കടൽ മണ്ണിന്റെ നടുക്കൂടെയാണ് നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കീലിട്ട് നോക്കുക. കപ്പലിന്റെ ചാകര കാണിച്ചു കൊടുത്താണ്. എന്തുമാത്രം ആൾക്കാർ മീൻ പിടിക്കാൻ പോണെന്ന പാലോ. ഇത് കാണിച്ചു കൊടുത്താണ്. ഇതാണ് അപ്പുറത്തെ കടലാണ്, ഇവിടെ കായലാണ്. കണ്ട, ഇത് കായലാണ്, ഇപ്പുറത്ത് കടലാണ്. ഈ രണ്ടിന്റെ നടുക്കോട്ടാണ് നമ്മൾ പോണത് ഫ്രണ്ട്സ്. ഇവിടെ ഐസ്ക്രീം കട കേട്ടാ. വണ്ടി ഇവിടെ ഇട്ട് നമുക്ക് നടക്കാം. വണ്ടി ഇന്ന് നേരെ ഇതിൻ്റെ അകത്തോണ്ട് വെച്ച കാറ് പോവില്ല. ഒരു ആട്ട പൂന്തി കേട്ടാ. നമ്മൾ നടക്കാൻ പോണ് കേട്ടാ. പക്ഷെ അവിടെ ഒരു കാറ് കിടക്കണം. പക്ഷെ അത് എനിക്ക് വലിയ ഓഫ് റോഡ് വണ്ടിയായി പോയി. വെറുതെ പണി മേടിക്കണ്ടെന്ന അഭിപ്രായം. നമ്മളെ വണ്ടി ഇവിടെ ഇട്ടല്ലേ.
ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. കടല് അവിടെ, കായലും ഇവിടെ. ഇൻട്രോ എടുക്കാൻ വാ. ഇൻട്രോ ഇവിടെ ഒരു ആട്ട കുടുങ്ങി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിരുന്നു. വണ്ടി എടുത്തോണ്ട് വരും ഇവിടെ കുടുങ്ങി കിടന്നേ. പക്ഷെ അവിടെ വേറെ കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അല്ല ഇതുവഴി പോകാൻ പറ്റും അവിടെ കാറുകളുണ്ട് കണ്ടോ. എവിടെ അവിടെ വണ്ടികൾ കിടക്കുന്നു, ഒരു കാറ് കിടക്കുന്നുണ്ട്. പോകാൻ പറ്റുമായിരുന്ന. ഓ മോളെ വാ. ഏയ് ആരാധ്യ സ്പീഡ് ഓടും. മണ്ണിക്കോട് സ്പീഡ് ഓടാൻ പറ്റുമോ നോട്ട്? ഒരു സ്പീഡ് എൻ്റെ കൂടെ ഓടി വരാം നോട്ട്. കാലിൽ വല്ലതും കിടക്കുന്നു. വേണ്ട, ബാക്ക്ഗ്രൗണ്ട് മരുഭൂമി. അവിടെ അങ്ങോട്ട് പോകും. അപ്പുറത്ത് കാണാൻ എവിടെയെല്ലാം ഫാമിലി എൻജോയ് ചെയ്തിട്ട് പോകും. വീട്ടിലിറങ്ങില്ല എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ വേറെ കാര്യം പോടാ. ഓ കഴിക്കണ്ടടാ, സ്വല്പം എവിടെ പോകും. ഇവിടെ കണ്ടായത് കുറച്ച് പയ്യന്മാർ എൻജോയ് ചെയ്യാൻ പാട്ടൊക്കെ ഇട്ട് എൻ്റെയൊക്കെ അടിച്ചു കൊടുത്തു. ചാക്കനോട് എല്ലാവർക്കും ഫ്രണ്ട്സാ കോട്. ഫ്രണ്ട്സ്, ഞാൻ ചെരുപ്പ് കാലിലൊക്കെ മണ്ണായി ഒന്ന് കരുവാൻ വന്നതാണ്. കടൽ അങ്ങോട്ട് ഇപ്പം പെട്ടെന്ന് യാത്ര പോകുമ്പോൾ കടലെ വടി തട്ടിക്കൊണ്ട് വരുന്ന പിന്നെ കയ്യിലെടുത്ത് സൂര്യ വന്നു. ദിയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. കിണറ് കുരിക്കാണ് കേട്ടോ ഇവര്. സുന്ദര കില്ലാടീസാണ് ഇവര്. കുഴിച്ച് കുഴിച്ച് കിണറാവോ, വലിയ കുരിയാണ് കേട്ടാ. ഞാൻ ദിയ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞത്. പേരെന്താണ്? സിയന്ന. മോളെ പേരെന്താണ്? ജീവന. സിയന എത്രയാണ് പഠിക്കണ? 4th സ്റ്റാൻഡേർഡാണ്. ജീവന എത്ര പഠിക്കണ? LKG UKG? ഓ, ഇവള് UKG. ഇവള് ഇനി അടുത്ത് 1st സ്റ്റാൻഡേർഡിലാണ്. സിയന അടുത്ത് 1st സ്റ്റാൻഡേർഡിലാണോ? അപ്പൊ ഇവര് രണ്ടും ഒരേ പ്രായമാണ് കേട്ടോ. വീട് അടുത്താണോ? അത് അച്ഛനാണോ? ഇവള് നസ്രത്ത് ഹോമിലാ പഠിക്കാം. ഇവളെ വീട് ബാലിന്റെ അടുത്താണ് കേട്ടോ. നിങ്ങൾ എന്നും വരുമല്ലേ ഇവിടെ കളിക്കാൻ? വല്ലപ്പോഴും തന്നെ നല്ല സ്ഥലം കേട്ടോ. കളി കളി കളി. വണ്ടികളൊക്കെ പോണ കണ്ടാ. കടലിൽ കുളിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം, കായലിൽ കുളിക്കുന്നവർക്ക് അങ്ങോട്ട് പോവാം അല്ലേ? കടലിലാരും കുളിക്കല്ലേ? ആ സൂര്യനെ പെട്ടെന്ന് നേരെ നമ്മൾ നേരെ കേൾക്കണം. കണ്ടോ ആ ലൈൻ കണ്ട സൂര്യന്റെ ആ വെട്ടം വന്ന വഴി കണ്ട നേരെ നമ്മൾ നല്ല രസമുണ്ട്. എന്തൊരു പ്രത്യേകത ഈ സൂര്യന്. ഓ എന്തായാലും നമ്മൾ ആ സൂര്യൻ വെട്ടം നമ്മൾ എടുത്തിട്ട് വന്നത്. ചിപ്പിത്തോടൊക്കെ എടുത്തു വെച്ച്. ഓ ആമ ഉണ്ടാക്കി കേട്ടോ. ശംഖ് ശംഖ്. ഇതാരും ഉണ്ടാക്കിയത്? ദിയയാ? ദിയ മിണ്ടല്ല, നാണം. ദിയയാ ഉണ്ടാക്കിയ? അല്ല അല്ലേ, എല്ലാരും കൂടെ ഉണ്ടാക്കിയല്ലേ? എല്ലാരും കൂടെ ഉണ്ടാക്കിയതാ. അപ്പോ എന്റെ പാന്റ് മൊത്തം നനഞ്ഞ് പോകുന്നു. വണ്ടി ഇരുന്ന കലിപ്പാവും.
ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇരിക്കാൻ പോവാൻ ബോട്ടിന്റെ മുകളിൽ. ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നെങ്കിൽ എന്റെ സൂര്യനെ കണ്ട്. സൂര്യൻ താഴെ അസ്തമിക്കാറായി കേട്ടാ. അല്ല സാധാരണ താഴെ പോയിട്ടല്ല ഇല്ല ഇപ്പൊ ഈ പകുതി ആ മേഘത്തിനിടയ്ക്ക് കയറി പിന്നെ കാണൂല. പണ്ടൊക്കെ അങ്ങനെയല്ലല്ലോ. എന്തായാലും ഇവിടെ എങ്ങനെയാ നമുക്ക് നോക്കി വെക്കാം. സൂര്യൻ ഫുൾ കാണാൻ നമുക്ക് ടൈം സ്റ്റാപ്പ് ഇട്ട് എടുക്കാൻ എന്നൊക്കെയല്ലേ ഫ്രണ്ട്സ്. നോക്കി പയ്യന്മാർ അവിടെ ആ ഒരു എൻഡിൽ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് അവിടെ പാട്ട് വിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യണത് വലിയ അടിപൊളിയായിട്ട് അവർ കളിക്കണ നോക്കിയാണ് ഓടി തള്ളി കളിക്കുകയാണ്. അയ്യോ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി സംസാരിച്ചാലാടാ. നിങ്ങൾ പോയിട്ട് നല്ല വൈബ് കേട്ടോ. അമ്മമാര് നേരെ കാണിച്ചു കൊടുത്തേ അനങ്ങാതെ പിടിച്ചേ. നമുക്ക് അപ്പുറം വെള്ളം ഇപ്പുറം വെള്ളം അല്ലേ. വെള്ളം നടുക്ക് അമ്മമാര് ടെന്റ് അടിച്ച് എൻജോയ് ചെയ്യുമ്പോൾ അല്ലേ. കളിക്കുമ്പോൾ വെള്ളത്തിൽ തള്ളി 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 കാണി ഇതൊക്കെയാണ് ലൈഫ് അല്ലേ. എൻജോയ്മെന്റ് അവിടുത്തെ ടെന്റിനകത്ത് കിടക്കണം. കളി കാര്യമാവുന്നോ മുക്കണ് പിടിച്ച് നമുക്കിപ്പോ ലൈവ് വെച്ച് കിട്ടും വല്ല സംഭവിച്ചു. അയ്യേ കുളിക്കുന്നതാണ് കേട്ടാ. സൂര്യൻ എന്തോ വീണ്ടും വന്നു കേട്ടാ. പക്കാ സൂര്യൻ അസ്തമിച്ചില്ല. സൂര്യൻ എന്താ വീണ്ടും വന്നിട്ടുണ്ട്. കാണിച്ചു തരാം തന്നെയല്ലേ. ഇപ്പഴാണ് ഇത്ര തിരക്കൊക്കെ ആയത്. ബോട്ട് ഇറക്കൂലേ ഇപ്പൊ? ആ പോണ ബോട്ട് ഇല്ല ഇവിടെ ഇറക്കൂല. അത് അപ്പുറം എന്തോടെ അല്ലേ. അപ്പുറം ഇറക്കോ? ആ സൈഡാണ്. നമ്മൾ ഒരിക്കൽ വന്നപ്പോ ഇവിടെ കണ്ട്. ഇവിടെ വന്നപ്പോഴേ കായലും കടലും ചേർന്നവിടെ പയ്യന്മാരിന്ന് കുളിക്കണം. ഇരുന്ന് കുളിക്കണം. അപ്പൊ അത് കണ്ടപ്പോ ഭയങ്കര കൊതി. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. അന്ന് കണ്ടപ്പോ അവിടെ നിന്ന് കാണുമ്പോ ഭയങ്കര രസമായിരുന്നു. മഴക്കോളൊന്നുമില്ല. ഫ്രണ്ട്സ് നോക്കിയോ എന്ത് ക്ലൈമറ്റ് നോക്കിയാണ് ഇത്. ഒരു മഴക്കോളും ഒരു സൂര്യാസ്തമയ സമയം എല്ലാം കൂടെ വലിയ വലിയ ഫുള്ള് തണുപ്പ് വലിയ നല്ല രസം കണ്ട. നല്ല ഒരു മഴക്കോള് മേഘവും കാണിച്ചു കൊടുത്താണ്. എന്തായാലും പ്രത്യേക ഒരു വൈബ് ഒരു ക്ലൈമറ്റ് ആയി പ്രത്യേക ഒരു കളർ ടോൺ നോക്കിയാൽ നിങ്ങൾക്ക് മൊബൈലിലത്തെ കിട്ടുന്ന നേരിട്ട് കണ്ടുകൊണ്ട് കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. തണുപ്പുണ്ട് അല്ലേ. തിരക്ക് കൂടി ആൾക്കാരെ കാണിച്ചു കൊടുത്താണ്. എന്തുമാത്രം ആൾക്കാർ അവിടെ ഇരിക്കുന്ന നോക്കിയാണ്. തിരക്കായി തേടി ഇറക്കത്തിലോട്ടോ. ഞാൻ അവിടെ പോയി മനസ്സിലായി തേനെ വലിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടായി പോകും. ഒറ്റയ്ക്ക് അവിടെ ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിൽക്കല്ലേ ആളുകള്. സൂര്യ അസ്തമിച്ചു ഏകദേശം. ഇതല്ല ശരിക്കും മേഘം മറക്കണേ. പോയാ പിഞ്ഞി കാണാൻ പറ്റുള്ള നല്ല താഴെ എത്തിയില്ലേ. ഇനി കിട്ടുമെന്ന് എനിക്ക് ഫോറസ്റ്റ് ഫ്രണ്ട്സ് നോക്കിയാണ് ആ പയ്യന്മാര് രണ്ടുപേരും ഇങ്ങോട്ട് തലോട്ട്. അപ്പോഴത്തേക്ക് നൈസ് ഫോട്ടോസ് ആയി കേട്ടാ. എടുക്കാം. അടി കിട്ടുമോ? നീ ഇരിക്കോ? നിങ്ങൾ ഞാൻ എടുത്തു തരാം. സൂര്യൻ വലിഞ്ഞു. ഓ അവിടെ കുറെ തലകളും. അയ്യോ അവര് വെള്ളത്തിൽ കടക്കായി. ഫ്രണ്ട്സ് ആണ് കടലിൽ കുടിക്കും 3 പേര് നോക്കിയാണ്. തിരിച്ച് അങ്ങോട്ട് അത് തന്നെ അവര്. ഓ അടിപൊളി കേട്ടാ സംഭവം. വീണ്ടും പോകണ്ട. കയറിയാലും ഒരു പഠിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടാ. പൈസ കിട്ടും കേട്ടാ. ഇതില് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുത്താൽ അതിന് ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിനൊക്കെ. ഇവിടെ വന്ന് ഇഷ്ടം പോലെ കിട്ടും. അവര് നോക്കൂ ചട്ടി. മുതലാളി ചങ്ക് ചക മുതലാളി ചങ്ക് ചക. അടിപൊളി കേട്ടാ. ബോട്ടിന്റെ സൈഡിൽ നിന്ന് കടലിനെ കണ്ടിരിക്കെ ഒരു ബോട്ടിൽ പോണ ഫീൽ കിട്ടല്ലേ. ഓ വലിയ തരാ. ഇവിടെ വരെ ഇപ്പൊ ബോട്ടിലോട്ട് ബോട്ട് ഇവിടെ കടലിൽ പോ തൊരാൻ അറിയില്ല. എത്തി. ഓ ഇത്ര കളക്ഷൻ. ദീനെ കളക്ഷൻ നോക്കിയാണ്. ഇവരെ കളക്ഷനാ എല്ലാരും കൊണ്ടോട്ട്. വെരി ഗുഡ് നിറയെ കിട്ടി. നോക്ക് ഫ്രണ്ട്സ്. ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ പോണ അണ്ണാ അല്ലേ. സൺഡേ മാത്രമേ ഇവിടെ വരുവുള്ളൂ ആളല്ലേ. പണ്ടിത്തെ തിരക്കില്ല. ഇപ്പോഴാണ് തിരക്ക് കൂടിയല്ലേ. ഐസ്ക്രീം പെട്ടി വെക്കുക. ഇതിനകത്ത് എല്ലാ ഐസ്ക്രീമാണ് കേട്ടോ. പോണ മോളെ വാ. എല്ലാം ചാറ്റ് കൊടുത്തേ. വാ ഓടി വാ. 10 രൂപ ചേട്ടാ. ദൈവം വന്നു. ഇവിടെ മാത്രം നോക്കിയാണ് ഒരു ഓട്ടോയ്ക്കൂടെ വെട്ടം വന്നത്. റിസോർട്ട് ഇത് നോക്കിയാണ് ദൈവം വന്നത്. പോയിട്ട് ഇവിടെ ഇത്രയും കളക്ട് ചെയ്തേട്ടാ. നിറയെ വാ വേണ്ട സാർ. നീ ഇതുവരെ കാരണം കേട്ടാ. അയ്യോ പിടിച്ച് സഹായിച്ചേ. അവളെ കൈ പിടിച്ചേ. ഓ അവളെ ആള് മിടിക്കുകയാണ്. അയച്ചാനിക്കേട്ടാ തീ ഗ്രീഷ്മേ. ബോട്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചു കേട്ടാ.
നിങ്ങളെ പേരൊക്കെ എന്താണ്? പേരൊക്കെയാന്ന് കേട്ടാ പറഞ്ഞാണ്. ആ തുടങ്ങി പേരെന്താ? റെനോ. നിന്റെ പേരാ? അക്സിനോയാ? നിതിനാ? കൊള്ളാം കേട്ടാ. നിങ്ങൾ എത്ര എല്ലാരും എത്ര പഠിക്കണ്? നീ 4. നീ എത്രയില്? ഓ നീ എത്രയാ പഠിക്കണ്? 5ല്. നീയാ? 3. 6ആ? ഓ നിങ്ങൾ എന്റെ മൂത്തല്ലേ? നീ 4ലല്ലേ? തന്നെ. ഓ യൂട്യൂബർ. നിങ്ങളെ വീടൊക്കെ അടുത്താണാ? ഓ നിങ്ങൾ വീട് അടുത്താണാ? കേട്ടാ എന്നാലും വെട്ടം തന്നെ ഇവിടെ എല്ലാം ബീച്ച് സൈഡിലെല്ലാം ആൾക്കാർ ഇരുന്ന് എൻജോയ് ചെയ്യാനായിട്ടാ. ഈ എല്ലാം മിടിയും മിന്നലും കടിക്കാന്. നമ്മള് പിന്നെ ഇറങ്ങാന്ന് വെച്ച് ബസ്സിലെ സൗണ്ട് നോക്കിയാണ്. വീഡിയോ അടിച്ച് നോക്കിയാണ്ട് ചരിഞ്ഞു കേട്ടാ. ഇങ്ങനെ കുത്തന്നെ ഇരിക്കണ കേട്ടാ. ഇത് സ്ട്രൈറ്റ് നിന്ന് കേട്ടാ. വെള്ളം അടിച്ച് ചരിഞ്ഞത് അതും നോക്കിക്കാണ. ഇല്ല ചരിഞ്ഞു കേട്ടാ. ഇവിടെയൊക്കെ അപ്പൊ കടൽ കയറി കേട്ടാ. അപ്പൊ നമ്മള് വണ്ടി പോണ അവിടെയൊക്കെ കടലായിരുന്നു കേട്ടാ പണ്ട്. മാമാച്ചികളൊക്കെ പോണം. മാമാച്ചി സിയാസ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓ ഈ ഏരിയ നമ്മള് കണ്ടല്ലേ ഇവിടെയൊക്കെ. എന്താടാ? ഓ ഇവിടെ ഇൻവെർട്ടർ കേട്ടാ. പിള്ളേരിക്കുന്നു ചാച്ചാ. അമ്മ ഇപ്പൊ ഇവിടെ വെള്ളം വന്നു തുടങ്ങിയ? പൈപ്പിൽ വെള്ളം വന്നു തുടങ്ങിയ? ഇവിടെ വന്നു തുടങ്ങി കേട്ടാ വെള്ളമൊക്കെ. പണ്ട് കത്തി കേട്ടോ ചവറ് കത്തിക്കുന്ന അതാ ലൈറ്റാ. അവര് ചവറ് കത്തിക്കുന്ന കാറ് കത്തിക്കുന്ന നോക്ക് ഗായ്സ്. സേവനവാരം എല്ലാ കിളി പോയ ആളല്ലേ ഇവിടെ. എല്ലാ കിളി പോയതുണ്ട് ഇവിടെ ഉള്ള. മഴ പെയ്യുന്നു ഇവിടെയൊക്കെ. നമ്മൾ ഇറങ്ങി നല്ല മഴയെ കാറ്റും കേട്ടോ. ആ സാധനങ്ങളൊക്കെ പറക്കണ നോക്കിയാണ് റോഡില്. ആളുകളെല്ലാം ഓടുന്നു. മഴ പ്രതീക്ഷിക്കാത്ത മഴ കേട്ടെ. പയ്യന്മാരെ നാഞ്ഞോളാണ്. ആയി വെച്ചാൽ നമ്മൾ നേരത്തെ ഇറങ്ങി വന്നേ. നമ്മൾ കാറി കയറി. ഓ പിന്നെ നല്ല മഴ. പയ്യന്മാര് കടലെ തുണിയൊക്കെ കാത്തു വെച്ചേട്ടാ. ബൊമ്മ നല്ല മഴ കേട്ടോ. നല്ല പെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കിട്ടണല്ലോ. പക്ഷെ ഇവിടെ നല്ല. ഓ ഗായ്സ് അവിടെ മഴ ഇല്ലെങ്കിൽ ഇവിടെ നല്ല കാറ്റും ഉണ്ട്. കാറ്റും മഴയും നമ്മളെല്ലാം മൂടായിട്ട് പോവാണ്. എന്തായാലും വന്നതാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഹാപ്പി കേട്ടോ. ഒരു പീസ് മൈൻഡ് ആയി. ഇലയൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്ത് കയറി കേട്ടോ. അത്ര കാറ്റ് എടുക്കാൻ പറ്റില്ല. ഈ ഇലയൊക്കെ കിടക്ക കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് മാത്രം കാറ്റ് അടിച്ച ഇലയൊക്കെ റോട്ടി വന്നിട്ടുണ്ട്. ഓ നല്ല മഴ. കൈയൊക്കെ നനഞ്ഞു കഴിച്ചതാ. മഴ ഫ്രണ്ട്സ് നോക്കിയാണ് ഫുള്ള് ഇലയാണ് കേട്ടാ. തറ വീണ് കിടക്കുകയാണ് കേട്ടാ ഫ്രണ്ട്സ്. ഇവിടെ മൊത്തം തറയിൽ ഇലകളാണ്. കാറ്റടിച്ച് വീണയാണ് മഴ. വല്ലം വന്ന് വണ്ടിയിൽ പുറത്ത് വരുമെന്നാണ് പേടി. തറ മൊത്തം ഈ ഇല വീണ് കിടക്കുന്ന ആലോചിച്ച് നോക്കണം. എന്തുമാത്രം കാറ്റ് അടിച്ചെന്ന്. വീട് സ്ലിപ്പാവുകയാണ്. റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാനും ലൈറ്റ് ഒക്കെ എല്ലായിടും. പള്ളിയിൽ ഉത്സവം കോവിലായിരിക്കും. നോക്ക് പ്രസംഗം കേൾക്കുമ്പോ കോവിലില്ല. ഇവിടെ ഒന്നും ഇല്ല ഗൈസ് മഴയൊന്നും. ഓ ഇവിടെ ഇതിന്റെ അകത്തോട്ട് ദിയ വീണ്ടും ഒരു ടവർ വന്ന. തിരിഞ്ഞു നോക്ക്.